ഡിസംബറിലെ മഞ്ഞ് ഞാൻ പറയാതെ തന്നെ അറിയാലോ. നല്ലപോലെ മഞ്ഞ് പൊഴിഞ്ഞിരിക്കുന്ന നല്ലൊരു പുലർക്കാലമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നമുക്ക് നമ്മുടെ മിനി വ്ലോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഫ്രിഡ്ജിലിരുന്ന മാവെടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ കണ്ടാലറിയാം ഇന്ന് ഇഡ്ഡലിയോ ദോശയോ ആയിരിക്കും. ഇന്ന് ഇഡ്ഡലിയാണ്. പ്രത്യേകിച്ച് ഈ ചൗ യൂസ് ചെയ്തിട്ട് നല്ലൊരു സാമ്പാറും. അതാണ് പ്ലാൻ കേട്ടോ. ഇവിടെയൊക്കെ ഇതിന് ചൗ എന്നാണ് പറയുന്നത്. നിങ്ങളവിടേക്ക് എങ്ങനെയാണ് ഈ വെജിറ്റബിൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ തമിഴ്നാട്ടിലായിരുന്ന സമയത്താണ് ഇത് വെച്ചിട്ട് സാമ്പാർ, അതുപോലെ പൊരിയൽ, അങ്ങനെ പലതും കഴിച്ച് തുടങ്ങിയത്. അതേ പിന്നെ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു വെജിറ്റബിളാണ് കേട്ടോ. കറിയിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ ഇത് വെച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടെ ഈ മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും അങ്ങനെയൊക്കെ ഇടുന്നതിന് പകരം ഇതുപോലൊരു മത്തൻ്റെ കഷ്ണം, അതുപോലെ ബ്രിഞ്ചോൾ, ക്യാരറ്റ്, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരേ ഷേപ്പിൽ നമുക്ക് പീസസ് ആക്കാനും പറ്റും. ആ സാമ്പാർ കാണാനും ഭംഗിയാണ്, ടേസ്റ്റും കൂടുതലാണ്. മുരിങ്ങാക്കോൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മുരിങ്ങാക്കോൽ ഇല്ലേലും നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിന് കേട്ടോ. അപ്പം എത്ര പേര് ഈ ചൗ ഒക്കെ ഇട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട് മുന്നേ എന്ന് പറയണേ, കമൻറ്റിൽ വന്ന് മെൻഷൻ ചെയ്യണേ. ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ വഴുതന, ഈ കൊച്ചു വഴുതന, ബ്രിഞ്ചോൾ, അത് കിട്ടിക്കഴിഞ്ഞാൽ കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ അരി തിളച്ചു. ഞാൻ അരി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. ഈ സാമ്പാറിലേക്ക് വേണ്ട പരിപ്പ് കഴുകിയെടുത്തു. കുറച്ച് പരിപ്പ് മതി കേട്ടോ, ഒത്തിരി വേണ്ട. കാരണം നമ്മുടെ മത്തനും ഈ ചൗ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല പരിപ്പ് പോലെ തന്നെ നല്ല കൊഴുത്ത് കിട്ടും. അപ്പോൾ ഒരുപാട് പരിപ്പാവുമ്പോൾ സാമ്പാർ ഒത്തിരി കൊഴുപ്പായി പോകും. പിന്നെ അതിൻ്റെ കൂടെ പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒണിയൻ, ഒരു 1.5 ഒണിയൻ, ഉപ്പും അതുപോലെ കായവും നമ്മുടെ അളവനുസരിച്ച് കേട്ടോ. അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കായവും ഇട്ട് നമ്മൾ ഒരു ചെറിയൊരു അല്ലി ഗാർലിക് ഇട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളി, അത്രയും ഇട്ട് അത് വേവിക്കാൻ വെക്കുന്ന സമയത്തിൽ ഞാനിതാന്ന് പോയി നമ്മുടെ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അരിയാനുള്ള പരിപാടിയിലേക്ക് പോയിട്ടോ. ഈ മത്തങ്ങ ഇട്ടിട്ടുള്ള സാമ്പാർ അധികവും കഴിച്ചിട്ടുള്ള ഈ ഗുരുവായൂരിൽ നിന്ന് നമ്മൾ തൊഴുതിറങ്ങി നമ്മൾ ചുറ്റിനും ഏത് ഹോട്ടലിൽ കയറിയാലും, അല്ലെങ്കിൽ ഗുരുവായൂരിലെ അന്നദാനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവിടെയാണെങ്കിലും എല്ലാ സാമ്പാറിലും മത്തനുണ്ടായിരിക്കും. അങ്ങനെ കഴിച്ചിട്ടാട്ടോ ഈ മത്തനോട് വല്ലാത്ത ഇഷ്ടം തോന്നിയത്. സാമ്പാറിൽ കിടക്കുന്ന മത്തങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാനെപ്പോഴും മത്തനും ചൗവും അതുപോലെ ക്യാരറ്റ് ഒത്തിരി എടുക്കണ്ട, അപ്പോൾ ക്യാരറ്റിൻ്റെ രുചി കുറച്ച് കുത്തി നിൽക്കും. അപ്പോൾ ക്യാരറ്റും ഇടാം, അതുപോലെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇടാം. ഇപ്പം ഞാനെടുത്തേക്കുന്നത് ബ്രിഞ്ചോളും ഈ മത്തൻ, ചൗ, ക്യാരറ്റ്, ഇത്ര കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ്, തക്കാളി. അല്ലാതെ വെണ്ടയ്ക്കും മുരിങ്ങാക്കോലും ഞാൻ ഇതിലിട്ടിട്ടില്ല. പിന്നെ പരിപ്പിൻ്റെ കൂടെ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞതിന് ശേഷം ഇനി കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് വേവേണ്ട വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെന്ത് വരട്ടെ. ഇച്ചിരി കറിവേപ്പില ഇട്ടോ, ഇരിക്കട്ടെ എന്നേ. അപ്പോഴേ പരിപ്പ് വെന്ത് വന്ന് വിസിലുകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ആദിക്കുട്ടനെ ഉണർത്തണം. ആദിക്കുട്ടനെ സ്കൂളിൽ പോകാനുള്ള സമയമാകുമ്പോഴേക്കും അവളെ വിളിക്കണം. പൊതുവേ ആളിച്ചിരി സ്ലോ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എല്ലാം നോക്കണം. പിന്നെ ഇത് സാമ്പാർ എനിക്ക് വറുത്തൊഴിക്കാനുള്ള പൊടികൾക്കുള്ള കൂട്ടാണ്. ഞാൻ എപ്പോഴും കുറച്ചധികം ഉലുവയും കുറച്ച് ചെറിയ ജീരകവും എടുത്ത് മൂപ്പിച്ച് സാമ്പാർ പൊടിയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അതെടുത്ത് ജാറിലേക്ക് മാറ്റി പൊടിക്കാനുള്ള കൂടെ നമ്മുടെ സാമ്പാർ പൊടി ഇട്ടു. കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് പൊടിച്ചു കൊണ്ടുവന്ന് മാറ്റി വെച്ചു. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവട്ടെ, എന്നിട്ടൊക്കെ പൊടി ചേർത്താൽ മതി. അങ്ങനെ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു. ഒരു വെള്ളം കളിക്കുള്ള വെള്ളമുണ്ട് കേട്ടോ. പക്ഷേ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ആ വെള്ളത്തിന് ആവശ്യമുണ്ട്. ഈ ഒരു വലിപ്പത്തിലൊരു പുളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടുവെള്ളം തന്നെ കുറച്ച് കോരി ആ പുളിയിലേക്ക് ഇട്ട് കൊടുത്താൽ പുളി നന്നായിട്ട് കുതിർന്ന് പാകത്തിന് കിട്ടും. നമുക്ക് കൈ വെച്ച് പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുക്കറിലിരിക്കുന്ന പരിപ്പ് എടുത്ത് കറിയിലേക്ക് ഒരൊറ്റ തട്ട് വെച്ച് കൊടുത്തു. വേണ്ട പുളിയും ഒഴിച്ചു കൊടുത്തു. എല്ലാ പുളിയും കൊണ്ടുപോയി ഒഴിക്കണ്ട, പാകത്തിന് പുളി മതിയല്ലോ. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന
പൊടിയും അതേപോലെ തന്നെ അതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ആ വെജിറ്റബിൾ വേവിച്ച വെള്ളത്തിൽ തന്നെ കുതിർത്തി അതും ഇട്ടു. ഇനി എനിക്ക് ആദിക്കുട്ടന് ചോറ് റെഡിയാക്കാനുള്ളതുകൊണ്ട് അതിലേക്ക് എന്തെങ്കിലും ചോറിൻ്റെ കൂടെ അവൾ കഴിക്കണം, അവൾക്ക് ഇഷ്ടമുള്ള കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്, അതുണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം കോളിഫ്ലവറൊക്കെ ഇതുപോലെ ചെറിയ സ്ലൈസ് പീസസ് ആയിട്ട് എടുത്തതിന് ശേഷം അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് വെച്ചു. അത് കഴിഞ്ഞ് അത് കോരി മാറ്റി ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്ത്, ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളും ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇട്ടിട്ടില്ല, ഉപ്പും പെപ്പറാണ് അത്യാവശ്യം നല്ലപോലെ, ഒരു പെപ്പർ ഫ്രൈ ആണിത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കണം, കുറച്ച് ചിക്കൻ പൊടി ഇടണം. ഞാൻ ഈ ചിക്കൻ പൗഡർ ഏതാ മസാല എന്ന് ഓർക്കുന്നില്ല, അത് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇത് ഫ്രൈ ചെയ്തെടുത്ത ചോറിലേക്കും ചപ്പാത്തി എന്തിലേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയ പണിയില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റോട് നമുക്ക് നല്ലൊരു ഫ്രൈ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി പാനൊക്കെ വെച്ച് ഞാനിങ്ങനെ തവ ഫ്രൈ, നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി വെച്ചിട്ട് ആ തവയിലേക്ക് തന്നെ ഇതുപോലെ ഒരു ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചെമ്മീനൊക്കെ വറുത്തെടുക്കുമ്പോൾ കുറച്ച് ഗാർലിക് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതുപോലെ. അപ്പോഴേക്കിതാ എൻ്റെ സാമ്പാർ നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കുറുകി വന്നു. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മല്ലിയില ഞാനിവിടെ അരിഞ്ഞിട്ടില്ല, പകരം ഇങ്ങനെ ചുറ്റിയിടുകയാണ് ചെയ്തത് കേട്ടോ. അതാവുമ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ചു, മൂപ്പിച്ച് മുളകൊക്കെ മൂപ്പിച്ച് അത് പൊട്ടിച്ച് വാരി ഒഴിച്ചു. നമ്മുടെ കറി ഇവിടെ റെഡിയായി. സാമ്പാർ നല്ല അടിപൊളി ചൗ സാമ്പാർ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ലഗേജൊക്കെ കൂടുതലിട്ട് ഒത്തിരി വെജിറ്റബിളൊക്കെ തിന്നണമെങ്കിൽ ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കിക്കോട്ടോ. ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ കോളിഫ്ലവർ നല്ല സെറ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ആയാൽ മതി, ഒത്തിരി കരിഞ്ഞൊന്നും പോവണ്ട. വെളിച്ചെണ്ണ പാകത്തിനൊഴിച്ച് ഈ തവ ഫ്രൈയിലിട്ടിട്ട് പതുക്കെ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് നേരം തിളച്ച വെള്ളത്തിലിട്ടതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ആദ്യക്കുട്ടന് പപ്പടം വേണം. ഇപ്പം മുട്ട ഫ്രൈ ചെയ്ത് കൊടുക്കാനോ മീനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പപ്പടം ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും പപ്പടം സ്റ്റോക്കാണ്. ഇതൊരുമാതിരി ഇപ്പോൾ കേരളത്തിലെ പപ്പടമാണ്, എന്നാൽ തമിഴ്നാട്ടിലെ സ്വഭാവമാണ് കാണിക്കുന്നത്. തമിഴ്നാട്ടുകാർക്കില്ലേ, അവർക്കൊരു പപ്പടം ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് വീർത്ത് വരുന്നത് കേട്ടോ. ഞാൻ ഒന്ന് ചുട്ട് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാം അതുപോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത പരിപാടി, ആദിക്കുട്ടൻ കുളിയൊക്കെ തന്നെ ചെയ്തോളും. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗം ബഹളമൊക്കെ തുടങ്ങി, വിശപ്പ് തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ ഇഡ്ഡലി ഞാൻ വേഗം അങ്ങ് ഉണ്ടാക്കിയെടുത്തു. ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അതുപോലെ ഇഡ്ഡലി പെട്ടെന്ന് തട്ടയെ വെച്ച്, ഈ ഒരു തട്ട് കറക്റ്റാണ് ഞങ്ങൾക്ക്, അത്രയും ഫുഡ് അതുതന്നെ ധാരാളം. അങ്ങനെ അതും വാങ്ങി വെച്ച് എൻ്റെ ആദിക്കുട്ടൻ്റെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. രാവിലത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചാൽ എനിക്കൊരു സമാധാനമാണ്. മറ്റേത് ലഞ്ച് അവർ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഒന്നിച്ച് കഴിക്കുന്നതായതുകൊണ്ട് അത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയല്ല. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ കഴിപ്പിച്ച് വിടുന്നതായതുകൊണ്ട് വയറ് നിറച്ച് കഴിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിന് കഴിച്ചു പോയാൽ ഒരു സമാധാനമാണ്. അത് കാരണം ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കുക. ആദിയുടെ ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് മിക്കപ്പോഴും ഇഡ്ഡലി സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളത് നോക്കി അങ്ങ് ഉണ്ടാക്കിയാൽ അത് കഴിക്കും. ചിലപ്പം പറയും ലഞ്ചിന് എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മതി എന്ന് പറയും. അപ്പം ഞാൻ ചോറ് ഒഴിവാക്കി അത് തന്നെ വെച്ചും കൊടുക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ചോറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പാർ ഇഷ്ടമാണല്ലോ, സാമ്പാറും കോളിഫ്ലവർ ഫ്രൈയും ഒക്കെ ആയിട്ട് ചോറ് കൊണ്ടുപോകുമ്പോൾ ഇഷ്ടത്തോടെ കഴിച്ചോളും. അങ്ങനെ എൻ്റെ ചോറ് വാർക്കലും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത് തന്നെ ഈ റൈസ് കുക്കർ ഇന്നും ഇങ്ങനെ മെയിൻറ്റെയിൻ ആയി പോകുന്നത്, ഈ ചോറ് നമ്മൾ എടുത്ത് ഇറക്കി വെച്ചാൽ അത് അപ്പം തന്നെ അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് തുടച്ച് കളയുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് കുക്കറും ചീത്തയാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എൻ്റെ ആദ്യക്കുട്ടന് ബ്രേക്ക്ഫാസ്റ്റ് വേഗം എടുത്ത് പ്ലേറ്റിലാക്കി. അവൾ 2 ഇഡ്ഡലി ഒന്നും കഴിക്കില്ല. ഞാനെന്നാലും എൻ്റെ ഒരു സമാധാനത്തിനും ഒരു അലങ്കാരത്തിനൊക്കെ ആയിട്ട് 2 ഇഡ്ഡലി അങ്ങ് വെക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ആദ്യക്കുട്ടിക്ക് വാരി കൊടുക്കുന്ന ടൈമിലാണ് നമ്മുടെ വയറ്റത്തോട്ട് ഒരു ഇച്ചിരി ആദ്യത്തെ ഭക്ഷണം കയറുന്നത്. ആ സമയത്ത് ഞാനും അവളും കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ലഞ്ച് ബോക്സ്,
അതിൽ വേണ്ട ചോറും സാമ്പാറിന് വേണ്ടത് സാമ്പാറിൻ്റെ കറിപ്പാത്രത്തിലും അതുപോലെ കോളിഫ്ലവറും ഇച്ചിരി അധികം ഫ്രൈ വെച്ച് കൊടുത്തു. കാരണം ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള കുട്ടികൾ കഴിക്കട്ടെ എന്ന് വിചാരിക്കും, കുറച്ചധികം വെച്ച് കൊടുക്കുകയും ചെയ്യും. അതിഷ്ടമാണ്. പിന്നെ പപ്പടവും, അത് പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ലേ. അങ്ങനെ വെച്ച് അവളെ ലഞ്ച് ബോക്സ് അങ്ങ് റെഡി ആയപ്പോൾ തന്നെ പാതി പണി കഴിഞ്ഞ പോലെ ആയിട്ടോ. ഉച്ചയ്ക്ക് ഇനിയിപ്പം ഞങ്ങൾക്ക് റെഡി ആയിട്ടില്ലെങ്കിലും എനിക്ക് ഇത്ര ടെൻഷനില്ല, ഇതായില്ല, ഇത് റെഡി ആയല്ലോ എന്ന്. പിന്നെ ഓടിച്ചെന്ന് എൻ്റെ സുന്ദരിക്കോതേനെ ഒരുക്കിയെടുക്കുന്ന പരിപാടിയാണ്. അതും രസമാണ്. ഞങ്ങൾ രണ്ടുപേരെ ബഹളവും അങ്ങ് മങ്ങാട്ട് കവല വരെ കേൾക്കും. പിന്നെ ഇമാതിരി കുറച്ച് ഷോയും കാണേണ്ടി വരും. അതെങ്ങനെയുണ്ടാ ശരണം വിളി? സൂപ്പറല്ലേ? ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ നടക്കട്ടെ തകൃതിയായിട്ട്. കമൻസിനൊന്നും ഒട്ടും കുറവ് വേണ്ട, എന്തിടയിലും എന്നോട് പറയാം. കഴിയുന്നതും ഞാൻ മാറ്റാനും നന്നാക്കാനും ശ്രമിക്കാം. എനിവേ, ബൈ ബൈ.